കേരളത്തിൽ പാറമടകൾ ധാരാളമുണ്ട്. കരിങ്കല്ല് വെട്ടിയെടുത്ത ശേഷം ഉപേക്ഷിക്കുന്ന പാറമടകളിൽ വെള്ളം കെട്ടിനിന്ന് പലപ്പോഴും മനുഷ്യജീവന് ഭീഷണി ഉയർത്താറുണ്ട്. എന്നാൽ ഈ പാറമടകൾ സുരക്ഷിതമാക്കി കെട്ടിയടച്ചെടുത്താൽ നമുക്കവിടെ നല്ല രീതിയിൽ മത്സ്യം വളർത്താം. പാറമടയിലെ മത്സ്യകൃഷിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി നാം പോകുന്നത്. ഇത് മനോഹരൻ. തിരുവനന്തപുരത്തെ മലയോര ഗ്രാമമായ തൊളിക്കോടാണ് സ്വദേശം. മലയോര ഗ്രാമങ്ങളുടെ പ്രിയപ്പെട്ട വിളയായ റബ്ബറിന്റെ ജൈത്രയാത്രയിൽ ഒപ്പം നടന്ന ചരിത്രമാണ് ഈ കർഷകന്റേത്. റബ്ബറിന്റെ പാൽ വിറ്റും ഒട്ടുതൈകൾ വിറ്റും നല്ലൊരു സമ്പാദ്യം നേടി. തുടർന്ന് കരിങ്കൽ ഖനനത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ മനോഹരൻ തീരുമാനിച്ചു. പക്ഷേ അപകടം പതിയിരിക്കുന്ന പാറമടകൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കരിങ്കൽ ഖനനം മുടങ്ങി. 20 അടി താഴ്ചയിൽ വെള്ളം നിറഞ്ഞ പാറമടയിൽ മത്സ്യകൃഷി പരീക്ഷിച്ചാലെന്ത് എന്ന് ഇദ്ദേഹം ചിന്തിച്ചു. പാറക്കുളത്തിലെ വെള്ളം പരിശോധിച്ച ഫിഷറീസ് വകുപ്പും പച്ചക്കൊടി കാണിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ ക്ലാസും സഹായങ്ങളും കൂട്ടിനെത്തിയപ്പോൾ പാറമടയ്ക്ക് ചുറ്റും വേലി കെട്ടി ശാസ്ത്രീയ മത്സ്യകൃഷിക്കുള്ള ഒരുക്കം തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യ കർഷക ഏജൻസി വഴി രജിസ്റ്റർ ചെയ്ത എല്ലാ കർഷകരും തന്നെ വിത്തുകൾ കുളത്തിൽ നിക്ഷേപിക്കുകയും 7-8 മാസത്തിനുള്ളിൽ ഹാർവസ്റ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യ കർഷകർക്ക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഫിഷറീസ് വകുപ്പിൽ നിന്നും സബ്സിഡിയായി മത്സ്യക്കുഞ്ഞുങ്ങളെയും തീറ്റയും നൽകുന്നു. കൂടാതെ കുളം നവീകരിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും സബ്സിഡി നമ്മൾ നൽകുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ കുമ്മായം വിതറി വെള്ളത്തിന്റെ അമ്ലത കുറച്ചു. പച്ച ചാണകവും യൂറിയയും ചേർത്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് നല്ല പച്ച നിറം ലഭിച്ചു. പ്ലവകങ്ങൾ ഉറപ്പായതോടെ കട്ല, രോഹു തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങളെയും ആറ്റുകൊഞ്ചിന്റെ കുഞ്ഞുങ്ങളെയും ജലാശയത്തിൽ നിക്ഷേപിച്ചു. ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞക്കരു നൽകി. പിന്നീട് ചോറ്, കടലപ്പിണ്ണാക്ക്, പച്ചക്കറി വേസ്റ്റ് എന്നിവ നൽകി. മരച്ചീനിയില കൊത്തിയരിഞ്ഞു നൽകിയപ്പോഴും മത്സ്യങ്ങൾ തൃപ്തിയോടെ സ്വീകരിച്ചു. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ കുളം കംപ്ലീറ്റ് വറ്റിച്ചു. കോറി ഒരു 4 ദിവസത്തോളം വറ്റിച്ചതിന് ശേഷം അടിത്തറ നോക്കി വെള്ളത്തിൻ്റെ pH ഫിഷറീസിൻ്റെ ആൾക്കാർ വന്ന് എടുത്തു പോയി. ഒരു 10 ദിവസം സമയത്തിന് വേണ്ടി പച്ചച്ചാണവും കക്കയും കോറിയിൽ മൊത്തം വിതറി. ആ വെള്ളത്തിൻ്റെ ഒരു പച്ച കളർ വന്നതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ടു. വിട്ടതിന് ശേഷം ഒരു 20 ദിവസം വരെ മുട്ടയുടെ മഞ്ഞക്കരു, വെള്ളക്കരു നമ്മൾ കഴിക്കും, മഞ്ഞക്കരു ഇവർക്ക് ഇട്ട് കൊടുക്കും. 20 ദിവസം കഴിഞ്ഞതിന് ശേഷം കടലപ്പിണ്ണാക്കും പയറും, അതായിരുന്നു ആഹാരം. പിന്നെ കുറേശ്ശെ പച്ചിലകൾ ഇട്ട് കൊടുക്കും. ഏകദേശം വളരും എന്നൊരു കണ്ടീഷൻ വന്നതിന് ശേഷം വീണ്ടും ഇത് തന്നെയാണ്. ആഴ്ചയ്ക്ക് ഒരു ദിവസം ചാണകം, ഒരു 4 കൂട്ട ചാണകം ഇട്ട് കൊടുക്കും. 7 മാസം കൊണ്ട് മീൻ വിളവെടുപ്പിന് പാകമായി. പാറമടയിലെ മത്സ്യക്കൊയ്ത്ത് ഏറെ ക്ലേശം പിടിച്ചതാണ്. 2 ദിവസം തുടർച്ചയായി മോട്ടോർ പ്രവർത്തിപ്പിച്ച ശേഷമാണ് വെള്ളം വറ്റിയത്. പാറക്കെട്ടുകൾ നിറഞ്ഞതിനാൽ നടന്ന് മീൻ പിടിക്കാനും ബുദ്ധിമുട്ടുണ്ട്. മേൽത്തട്ടിൽ കഴിയുന്ന രോഹുവും കട്ലയും ആദ്യം തന്നെ കരയ്ക്ക് കയറി. കൊഞ്ച് പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചപ്പോൾ
അവയെ പിടിക്കാൻ വെള്ളം വറ്റുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ബുദ്ധിമുട്ടുകൾ ഏറെ സഹിച്ചെങ്കിലും കന്നിക്കൃഷിയിൽ 15,000 രൂപയുടെ മത്സ്യം വിറ്റഴിക്കാൻ കഴിഞ്ഞത് പാറമടയിലെ മത്സ്യകൃഷി തുടരാൻ ഇദ്ദേഹത്തിന് പ്രോത്സാഹനമേകുന്നു.